കൃതജ്ഞതയിലേക്ക്. സ്വന്തം കവിതയെക്കുറിച്ചും കവിയെക്കുറിച്ച് സംസാരിക്കാൻ KC അലവിക്കുട്ടി എന്ന കവിയെ തന്നെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, വിശിഷ്ട അതിഥികളെ, ഉയർന്ന വ്യക്തിത്വങ്ങളെ, ഈ ആഹ്ലാദം ഞാൻ നിങ്ങൾക്കൊപ്പം പങ്കുവയ്ക്കുന്നു. എൻ്റെ കുട്ടിക്കാലങ്ങളിൽ ചെറിയ ക്ലാസ്സുകളിൽ ഞാൻ പഠിച്ചിരുന്ന കാലത്ത് അധ്യാപികമാർ എന്നെ ചൊല്ലിക്കേൾപ്പിക്കുന്ന പദ്യപാഠങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് ഹൃദ്യസ്ഥമാകുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. തൂങ്ങുന്ന തൂമരങ്ങൾ തോളും തോളും ഉരുമ്മി നിന്നു, കണ്ണു കക്കുന്ന തൂവള്ളികൾ മണ്ണിലതുമണം വീശി നിന്നു. ദിനം തോറുമെച്ചിൽ കൊടുത്തൊരു വൈശ്യ, ധനകന്മാരായ കുമാരന്മാർ മുന്നം. വളർത്തരുന്നതു നിമിത്തമായി കകൻ പുളച്ചഹങ്കരിച്ചരയെന്നങ്ങളെ. തെറ്റുണ്ടോയെന്നറിയില്ല, പഴയ ഓർമ്മയിൽ നിന്നാണ് ചൊല്ലുന്നത്. ഇത് അധ്യാപികമാർ നമ്മെ പഠിപ്പിച്ച് ഞാൻ ഏകനായി എൻ്റെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ ഈ പദ്യങ്ങൾ എന്നോട് സംവദിക്കുന്നത് പോലെ എനിക്ക് തോന്നി. മറ്റ് ക്ലാസ്സുകളിൽ നാം ഇരിക്കുമ്പോഴും മറ്റൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ ഈ പദ്യങ്ങളിലൂടെ മനസ്സിങ്ങനെ നടക്കുന്ന ഒരവസ്ഥ. പിന്നീട് എപ്പോഴോ ഉയർന്ന ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ ഇവയെല്ലാം ചോർന്നുപോയി. 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഫലിത ബിന്ദുക്കളിലൊക്കെ വല്ലതും എഴുതിങ്ങാണ്ട് പേര് വരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരുപാട് അയച്ചു നോക്കി, അത് അയക്കുന്ന അതേ വേഗതയിൽ തന്നെ തിരിച്ചു വന്നു. പിന്നെ ശത്രു അംഗത്തട്ടിലേക്ക് ഒരു ചോദ്യം അയച്ചുകൊണ്ടെങ്കിലും പേര് വരാൻ ശ്രമിച്ചു നോക്കി, അതും നടന്നില്ല. അങ്ങനെ ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ആവാൻ ആഗ്രഹിച്ച ഒരു കാലം എപ്പോഴോ മരിച്ചുപോയി. പിന്നീടാണ് 1978, 78, 79, 80കളിൽ ഞാൻ എൻ്റെ ജന്മനാടായ കരുവാരക്കുണ്ടിൽ നിന്ന് പാണ്ടിക്കാട് എന്ന ദേശത്തേക്ക് പറിച്ചു നടന്നത്. ഈ കുടിയേറ്റത്തിലാണ് VP ഷൗക്കത്ത് അലി എന്ന കവിയുമായുള്ള എൻ്റെ സൗഹൃദം. അദ്ദേഹത്തിൻ്റെ ചൂട്ട്, പട്ടി, ഒടിയൻ എന്നീ കവിതകളുടെ ഒരു തരംഗം എൻ്റെ കർണപുടങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടാവും. അതുവരെ വായനാശീലം ഒട്ടുമില്ല. പിന്നെ ഒരു ലൈബ്രറിയനായി നിന്നപ്പോൾ കുറേ ഡിറ്റക്റ്റീവ് നോവലുകൾ വായിച്ചു, കോട്ടയം പുഷ്പനാഥ് എന്നല്ലാതെ അത് പിന്നെ വായനാശീലം വളർത്താനും അന്ന് അതിൻ്റെ സമയം കളയാനും ഉപയോഗിച്ചുകൊള്ളു. അങ്ങനെയാണ് ഇദ്ദേഹവുമായുള്ള അടുപ്പം കടമിനട്ടെയും ബാലേന്ദ്രൻ ചുള്ളിക്കാടിനെയൊക്കെ ഷൗക്കിലൂടെയാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നീട് അപ്പോഴൊന്നും ഞാൻ എഴുതി തുടങ്ങിയിട്ടില്ല. ഞാൻ അങ്ങനെ ഗൾഫിലേക്ക് പോകുന്നു, വരുന്നു. ഇതിനിടയിലാണ് ഒരു കവിത സംഭവിക്കുന്നത്. ഈ കവിതയാണ് 1998 ചന്ദ്രികയിൽ പ്രസിദ്ധീകരിച്ചു വരുന്നത്. ചന്ദ്രിക വാരാന്ത പതിപ്പിൽ കവിത കൂട്ടുകിളിയുടെ മൊഴികൾ. അരണ്ട വെളിച്ചത്തിൽ ആത്മസൗഹൃദങ്ങൾ കുംഭസരിക്കുന്നു. അരണ്ട വെളിച്ചത്തിൽ ആത്മസൗഹൃദങ്ങൾ കുംഭസരിക്കുന്നു. ചിരിയാലും കരച്ചിലാലും സംഘഗാനമായി കൃത്രിമോന്മാദത്തിന്റെ വെളിച്ചം പരത്തി സമയം മുനിഞ്ഞുകത്തി. പാതിരാത്രിയിൽ കുഴഞ്ഞു കുതിർന്ന ചിറകുകളിൽ ഞാൻ കിളിക്കൂട്ടിൽ തിരിച്ചെത്തി. ചിതറിവീണ രാവെളിച്ചത്തിൽ കാത്തിരുന്നു കുമ്പിയ മിഴികളുമായി എൻ്റെ ഇണക്കിളി. വിരൽസ്പർശത്തിൽ ത്രസിച്ചുണർന്ന തൂവൽ ചിറകുകളിൽ ചുണ്ടമർത്തി ഞാൻ ചോദിച്ചു, നീ കുഴങ്ങിയോ? നിന്നോടൊത്തുള്ള യാത്രയിൽ ഞാനെന്നോ തളർന്നിരിക്കുന്നു എന്നവൾ. നിദ്രയിൽ കിനാവിൽ നിലാവിൻ്റെ ഊത വെളിച്ചത്തിൽ ഒരു വടംവലിക്കാരിൻ്റെ രണ്ടറ്റങ്ങളിൽ ഞാനും അവളും. എനിക്കൊപ്പം ഞാനും എൻ്റെ ഉറ്റവരും, അവൾക്കൊപ്പം അവളും എൻ്റെ പൂർണ്ണ മനസ്സും. പ്രഭാതത്തിൽ സൂര്യൻ്റെ തെളിഞ്ഞ വെളിച്ചത്തിൽ ഒരു പക്ഷി സംരക്ഷണ കേന്ദ്രം തല ഉയർത്തി നിന്നു. അൻവർ അലി 3 കവിതയാണ് എന്നോട് ചൊല്ലാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കവിത കഴിഞ്ഞു. ഇനി ഞാൻ ചൊല്ലുന്നത് ടാബ്ലോ എന്ന കവിതയാണ്. കവിത ടാബ്ലോ. കലക്കരിയും മെഴുക്കും ചേർന്ന സാരിക്കുത്തിൽ ഞൊറികൾ സ്പഷ്ടമല്ല. കലക്കരിയും മെഴുക്കും ചേർന്ന സാരിക്കുത്തിൽ
ഞൊറികൾ സ്പഷ്ടമല്ല. ഒരു കുഞ്ഞു കൈ കവിൾ നനവിൽ തലോടി തോളിൽ ചായ്ഞ്ഞ് കൺപോളകൾ പുതുക്കി അടക്കുന്നുണ്ട്. ഭയം അങ്കുരിക്കുന്ന ഭാവത്തിൽ ജമ്പറിട്ട പാവാടക്കാരി അരക്ക് ചുറ്റിപ്പിടിച്ച് അമ്മയോട് ഒട്ടി നിൽക്കുന്നു. കരയും കണ്ണുകളിൽ നനഞ്ഞ കാഴ്ചയായി കത്തി നിൽക്കുന്നത് കണവന്റെ ക്രോധമുഖം. കുഴഞ്ഞാടുന്ന കൈകൾക്കും കാലുകൾക്കും ചലനം പാടില്ല. ജീവിതം എന്ന ടാബ്ലോ ആരംഭിക്കുകയായി. നടക്കാനിറങ്ങി തളർന്നു തിരിച്ചെത്തുന്ന ചിന്തകൾക്ക് ഒരല്പസമയം ഈ നിശ്ചലതകളിൽ വിശ്രമിക്കാം. ചില റെയിൽപ്പാളങ്ങളിൽ, പായൽ കുളങ്ങളിൽ, മരക്കൊമ്പുകളിൽ, ചില കിണറുകളിൽ, ഓടകളിൽ, ഉത്തരങ്ങളിൽ. മറ്റൊരു കവിതയുള്ളത് പുനർജനി. കവിത പുനർജനി. അമ്മേ എന്നൊരു വിളിയോടെയാണ് ഓരോ വിത്തുകളും ഞെട്ടറ്റ് വീഴുന്നത്. അമ്മേ എന്നൊരു വിളിയോടെയാണ് ഓരോ വിത്തുകളും ഞെട്ടറ്റ് വീഴുന്നത്. ഇതു മരണമല്ല, പുനർജനിയാണ്. അമമരത്തണലിൽ കാൽപാദങ്ങൾക്കടിയിൽ മണ്ണിനോട് കാതു ചേർന്ന് വിത്തുകൾ അനുഭവം പങ്കിടും. കൂടപ്പിറപ്പുകൾക്കൊപ്പം മൊട്ടായി കൂമ്പി നിന്ന നിഷ്കളങ്കത, പൂവായി വിരിഞ്ഞ് ആകാശം കണ്ടത്, പുത്തുമ്പികൾ വന്ന് ചുണ്ടുതന്നകന്നത്, കാറ്റിനൊപ്പം കായയാടിയ പ്രണയകാലം. ഉണക്കത്തിൽ, ചുങ്ങലിൽ, കൊടും തപസ്സിൽ വിത്തുകൾ വേരുകൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗമായി ഒരാകാശവും ഭൂമിയും വെളിച്ചമില്ലാതെ ഇരുണ്ട് കിടക്കും. ഉണക്കത്തിൽ, ചുങ്ങലിൽ, കൊടും തപസ്സിൽ വിത്തുകൾ വേരുകൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗമായി ഒരാകാശവും ഭൂമിയും വെളിച്ചമില്ലാതെ ഇരുണ്ട് കിടക്കും. ഇനി നന്ദി പറയുക എന്നൊരു കർമ്മമാണ്. ഇവിടെ സ്വാഗതം പറഞ്ഞ കെ മുഹമ്മദിന്, അധ്യക്ഷത റോസി തമ്പിക്ക്, പുസ്തകം പരിചയപ്പെടുത്തുന്ന അൻവർ അലി, പുസ്തകം പ്രകാശനം ചെയ്ത പ്രശസ്ത കവി റഫീഖ് അഹമ്മദ്, പുസ്തകം ഏറ്റുവാങ്ങൽ സി അസ്രഫ് നോവലിസ്റ്റ്, പിന്നെ ആശംസകൾ ഷീബ അമീർ, ഡോക്ടർ ആനന്ദൻ, ഡോക്ടർ ഇ ദിവാകരൻ, കെ ആർ ടോണി, കെ എം പ്രൊഫസർ വി ജി തമ്പി, പിന്നെ കെ എൻ മോഹൻദാസ്. ഇവർക്കും ഈ ചിത്രങ്ങൾ വരച്ച നമ്മളെ വി മോഹനും ഇതിൻ്റെ പബ്ലിഷേഴ്സായ മുഹമ്മദിനും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇത് പിരിച്ചുവിട്ടിരിക്കുന്നു.